ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നെത്തി. ദച്ചൂട്ടൻ്റെ തലമുടി മൊട്ടയടിക്കാൻ വേണ്ടി പോവാണ്. ദച്ചൂട്ടൻ ആദ്യമായിട്ടാണ് തലമുടി മൊട്ടയടിക്കാൻ പോകുന്നത്. അപ്പോൾ തിരുച്ചെന്തൂർ മുരുകൻ കോവിലാണ് തലമുടി മൊട്ടയടിക്കാൻ പോകുന്നത്. രാവിലെ ഒരു 4 മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫാമിലി എല്ലാവരുമായിട്ടാണ് പോയത്. ഒരു 8:30 ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി. ദച്ചൂട്ടൻ തലമുടി മൊട്ടയടിക്കാൻ വേണ്ടിയിട്ട് ദച്ചൂട്ടൻ്റെ അച്ഛൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആൾ ലീവ് വന്ന ഉടനെ തന്നെ ഞങ്ങൾ വന്നിട്ട് ഒരു 2ാമത്തെ ദിവസം തന്നെ മൊട്ടയടിക്കാൻ കൊണ്ടുപോയി. ദച്ചൂട്ടനെ എല്ലാവരും കാണുമ്പോൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്ന സാധനം ദച്ചൂട്ടൻ്റെ ഹെയർ സ്റ്റൈലായിരുന്നു. ഇതേപോലെ ന്യൂഡിൽസ് പോലത്തെ തലമുടി. അപ്പോൾ അത് മൊട്ടയടിക്കുന്നതിൽ വിഷമമുണ്ട്, എന്നാലും ദച്ചൂട്ടന് ഫസ്റ്റ് ടൈം തലമുടി മൊട്ടയടിക്കണമല്ലോ, അങ്ങനെ പോയതാണ്. അങ്ങനെ തനൂനും ദച്ചൂട്ടനും 2 പേർക്കും തലമുട്ടയടിച്ചു. ദച്ചൂട്ടൻ നോൺ സ്റ്റോപ്പായിട്ട് കരച്ചിലായിരുന്നു. തലമുടി മൊട്ടയടിക്കാൻ തുടങ്ങിയ ഒരു 2 സെക്കൻഡാണ് ആകെപ്പാടാവാൻ മിണ്ടാതിരുന്നത്. അപ്പോൾ തൊട്ട് തലമുടി മൊട്ടയടിച്ച് തീരുന്നവരെയും ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ടും 1 മണിക്കൂറോളം പാവ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. ഒരുപാട് നേരം ഭയങ്കര കരച്ചിലായിരുന്നു പാവം. പിന്നെ ഞങ്ങൾ ദച്ചൂട്ടനെ ഫ്രഷപ്പ് ആക്കി എടുത്തു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, പിന്നെ തൊഴാൻ കയറി. തൊഴുതിറങ്ങിയപ്പോഴത്തേക്ക് ഏതാണ്ട് ഉച്ചയായി. ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ട്രാവൽ ചെയ്തു. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കന്യാകുമാരി ശ്രീ തിരുപ്പതി ടെമ്പിളിലെത്തി. അവിടെ വന്നിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള തിരക്കോ കാര്യങ്ങളോ ആൾക്കാരോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ വൈകുന്നേരം 5 മണി സമയമായതുകൊണ്ട് സൺസെറ്റൊക്കെ കാണാൻ പറ്റി. ഭയങ്കര നന്നായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. അതേപോലെ തിരിച്ച് പോകുന്ന വഴിക്ക് ഞങ്ങൾ ശുചീന്ദ്രൻ കോവിലാണ് കയറിയത്. അവിടെ കയറി തൊഴുതിട്ട് പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും രാത്രിയായി, നല്ല രാത്രിയായി. പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് വീടെത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഉള്ളൊരു ദിവസമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ തിരുച്ചെന്തൂർ മുരുകൻ കോവിലിൽ പോകുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.